സൂപ്പറായി ജോൺ ബ്രിട്ടാസ് സർ. മുഹമ്മദ് ദീപകിന്റെ കഥ നമ്മൾ എല്ലാവരും കേൾക്കുകയും ആഘോഷിക്കുകയും ചെയ്തതാണ്. 70 വയസ്സായ ഒരു മുസ്ലിം വൃദ്ധനെ തീവ്ര ഹിന്ദുത്വവാദികൾ ആക്രമിച്ചപ്പോൾ നെഞ്ചു വിരിച്ച് നിന്ന് എതിർക്കുകയും ഈ മുസ്ലിം വൃദ്ധന്റെ കടയുടെ പേര് ബാബ എന്നിടാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ നീ പോകാൻ പറയുകയും ഇത് പേരെന്താണെന്ന് ദീപകിനോട് ചോദിച്ചപ്പോ ഞാൻ മുഹമ്മദ് ദീപക് ആണ്, ദീപക് കുമാർ എന്നാണ് ശരിക്കുള്ള പേര്, എന്റെ പേര് മുഹമ്മദ് ദീപക് ആണ് എന്ന് പറയാൻ ചങ്കൂറ്റം കാണിച്ച ആ ഇന്ത്യക്കാരനെ നമ്മളെല്ലാം അഭിനന്ദിച്ചതാണ്. എന്നാൽ അതിനുശേഷം ഈ തീവ്ര ഹിന്ദുത്വവാദികൾ വീണ്ടും കൂട്ടം കൂടി വന്ന് ഇദ്ദേഹത്തെ, കുടുംബത്തെ, ജിമ്മിൽ വരുന്ന ആൾക്കാരെയൊക്കെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ 150 പേര് വന്ന ജിമ്മിൽ ആൾക്കാർ കുറഞ്ഞ് ഈ ഭീഷണിയും ശല്യവും കാരണം കുറഞ്ഞ് അവരുടെ 15ആയി മാറി എന്ന വാർത്തയും കേൾക്കുകയുണ്ടായി. അപ്പോ ഈ രാജ്യവ്യാപകമായ അതിന് വേദനയും വിഷമവും ഉണ്ടായി. എന്നാൽ ഇന്ന് രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ ദീപകിനെ, മുഹമ്മദ് ദീപകിന്റെ ജിമ്മിലേക്ക് ആൾക്കാർ വരികയാണ്. ഉത്തരാഖണ്ഡിലാണ് കോട്ട്ദ്വാർ. ഞാൻ ഉത്തരാഖണ്ഡിൽ ഉണ്ടായിരുന്നു, പെട്ടെന്ന് തിരിച്ചു വരേണ്ടി വന്നതാണ്. ഇല്ലെങ്കിൽ ഡെറാഡൂണിൽ നിന്ന് ഈ കോട്ട്ദ്വാറിലേക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. തിരിച്ചു പോവുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മുഹമ്മദ് ദീപകിനെ പോയി കാണും. അപ്പോൾ ഇന്ന് സുപ്രീം കോടതിയിലെ 15 സീനിയർ അഡ്വക്കേറ്റ്സ് അടക്കം വളരെ മുതിർന്ന പല ആൾക്കാരും ഈ മുഹമ്മദ് ദീപകിന്റെ ജിമ്മിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കുകയാണ്. ഒരുപക്ഷെ അവർക്ക് എത്താൻ കഴിയില്ല. അതൊരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കലാണ്. അതായത് നമ്മുടെ നാട്ടിലെ നല്ലൊരു ഇന്ത്യക്കാരനെ, നല്ലൊരു ഹിന്ദുവിനെ, നല്ലൊരു നമ്മുടെ ഹനുമാൻ വിശ്വാസി കൂടിയായ മുഹമ്മദ് ദീപകിനെ അതിശക്തമായി സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാനും പറ്റുമെങ്കിൽ അവിടെ ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ അതിന് 1-2 പേരെ വിളിച്ചിരുന്നു. മുഹമ്മദ് ദീപകിന് മാസം 40,000 രൂപയാണ് റെന്റ് കൊടുക്കേണ്ടത് ഈ സ്ഥലത്തിന്. ആ റെന്റ് അടക്കം പേ ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു തുടങ്ങിയ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് അഡ്വക്കേറ്റ്സ് 10,000 രൂപ ഓരോ വർഷവും അതിന്റെ മെമ്പർഷിപ്പിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായി. ഞാനും ഇതിന്റെ ബ്രിട്ടാസ് സാറിനെ പറ്റുമെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചിട്ടോ വേറെ ആരെങ്കിലും വിളിച്ചിട്ടോ അവരുടെ മെമ്പർഷിപ്പ് പറ്റുമെങ്കിൽ ഞാനും മുഹമ്മദ് ദീപകിന് ഉറപ്പായിട്ടും ആ 10,000 രൂപ അയച്ചു കൊടുക്കും. എപ്പോഴെങ്കിലും ഉത്തരാഖണ്ഡിലോ ഡെറാഡൂണിലോ പോവുകയാണെങ്കിൽ അവിടെ പോവുകയും ചെയ്യും. ഇത് ജോൺ ബ്രിട്ടാസ് സാർ മുഹമ്മദ് ദീപകിനോടൊപ്പം നിൽക്കുന്നതാണ്. ഇത് കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിന്റെ ജിമ്മിലൊക്കെ പോകുന്നതാണ്. ഒരു രാജ്യസഭാ എംപിയും പ്രമുഖ മാധ്യമ പ്രവർത്തകനും ഒക്കെ പിന്തുണ കൊടുക്കുന്നത് വലിയ രീതിയിൽ പോസിറ്റീവ് ആകും. ഇതാണ് പോസിറ്റീവായ ഇന്ത്യ. ജോൺ ബ്രിട്ടാസ് സാറിന്റെ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. കോട്ട്ദ്വാറിലെ മുഹമ്മദ് ദീപക് കുമാറിനെ കഴിഞ്ഞ ആഴ്ച നേരിൽ പോയി കണ്ടതും കേരളത്തിന്റെ ആശംസകളും ഐക്യദാർഢ്യവും അറിയിച്ചതും പറഞ്ഞിരുന്നല്ലോ. അന്ന് ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമായിരുന്നു ദീപകിന്റെ ഉപജീവന മാർഗമായ ജിംനേഷ്യത്തിൽ വരുന്നവരുടെ എണ്ണത്തിലുണ്ടായ കുറവ്. വയോധികനായ വാഖിൽ അഹമ്മദിനെ ഹിന്ദുത്വവാദികളിൽ നിന്ന് രക്ഷിച്ചത് ഇഷ്ടപ്പെടാത്തവർ നടത്തിയ വിദ്വേഷ പ്രചാരണവും അതിക്രമവുമായിരുന്നു അതിന് കാരണം. 100-ലധികം അംഗങ്ങൾ ഉണ്ടായിരുന്ന ജിംനേഷ്യത്തിൽ ഇന്ന് 7-8 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനെതിരെയുള്ള എന്റെ പ്രതിഷേധവും ദീപകിനോടുള്ള ഐക്യദാർഢ്യവുമാണ് ഞാൻ അവിടെ വാർഷിക അംഗത്വം എടുത്തത്. ഞാനും എടുക്കുന്നുണ്ട്. ജോൺ ബ്രിട്ടാസ് സാറിനെ തന്നെ വിളിച്ചു ചോദിച്ചിട്ട് അവിടെ എടുക്കാം. ഇപ്പോൾ സുപ്രീം കോടതിയിലെ 25 മുതിർന്ന അഭിഭാഷകർ ദീപകിന്റെ ജിംനേഷ്യത്തിൽ വാർഷിക അംഗത്വം എടുത്തിരിക്കുകയാണ്. അത് മാത്രമല്ല, കോട്ട്ദ്വാറിലെ ജനങ്ങൾ ആർക്കെങ്കിലും ജിംനേഷ്യത്തിൽ വരിസംഖ്യ അടയ്ക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ആ തുക നൽകാനും അവർ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ദീപകിന് സൗജന്യ നിയമസഹായവും നൽകാമെന്ന് അവർ അറിയിച്ചു. വെരി നൈസ്. ആ മുതിർന്ന അഭിഭാഷകർക്ക് എന്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ. അവരുടെ ഈ തീരുമാനത്തിന് പ്രേരണയാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷവും അഭിമാനമുണ്ട്. ജോൺ ബ്രിട്ടാസ് സാർ, താങ്കൾ കേരളത്തിന്റെ അഭിമാനമാണ് ഉയർത്തിയത്. നമ്മൾ ഓരോ മലയാളിയുടെയും ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാനമാണ് ഉയർത്തിയത്. അതിന് സാദര പ്രണാമം. സുപ്രീം കോടതിയിലെ അഭിഭാഷകനായ PV ദിനേശാണ് ദീപകിനെ നേരിൽ കണ്ടതിനെ കുറിച്ചും അവിടുത്തെ അവസ്ഥയെക്കുറിച്ചും ആദ്യം അന്വേഷിച്ചത്. അദ്ദേഹത്തിന് ഇത്രയധികം സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കുമെന്ന് ഞാനൊന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. PV ദിനേശിക്കും, ഞാൻ ഒരിക്കൽ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. PV ദിനേശിക്കും ഇവരെല്ലാം ഇടതുപക്ഷക്കാരാണ്. ആശയപരമായി നമ്മളൊക്കെ എതിർപക്ഷത്താണ്, അല്ലെങ്കിൽ എതിരഭിപ്രായമുള്ളവരാണ്. പക്ഷേ മനുഷ്യത്വത്തിൽ, രാജ്യസ്നേഹത്തിൽ, ഇന്ത്യ സ്നേഹത്തിൽ, മതസൗഹാർദ്ദത്തിൽ, മഹാത്മാഗാന്ധിയിൽ നമ്മളെല്ലാം ഒന്നാണ്. ഇതാണ് യഥാർത്ഥ ഇന്ത്യ, സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഇന്ത്യ. വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർ ഭയപ്പെടുന്നതും ഈ ഒരുമയാണ്. ദീപക് കുമാർ എന്ന് ഒരുപാട് പേർക്ക് വലിയൊരു മാതൃകയാകുകയാണ്. സൂപ്പർ ഗംഭീരം, അതിഗംഭീരമായിട്ടുണ്ട്. സല്യൂട്ട് ജോൺ ബ്രിട്ടാസ് സാറിനും ദീപകിനും. ഇതേപോലെ ഒരുപാട് നന്മയുടെ കാര്യങ്ങൾ വരട്ടെ. ജോൺ ബ്രിട്ടാസ് സാർ, സല്യൂട്ട്. എല്ലാവിധ ആശംസകളും. താങ്കൾ അടക്കമുള്ള ആൾക്കാർ ഈ തീരുമാനം എടുക്കാൻ കഴിഞ്ഞതിൽ താങ്കളുടെ പക്ഷത്തെയും എല്ലാം ആദരിക്കുന്നു. ഞാനൊരു ഇടതുപക്ഷക്കാരനല്ല, എതിർ ചേരിയിലുള്ള ആളാണ്, കമ്മ്യൂണിസ്റ്റുകാരനല്ല. പക്ഷേ ലാൽ സലാം, വന്ദേ മാതരം.